വെൽക്കം ടു ടോപ്പ് സ്കിൽ വിഷൻ. എല്ലാവർക്കും ടോപ്പ് സ്കിൽ വിഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പുതിയ അറിവുമായിട്ട് നിങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പം മാജിക്കും അല്പം കാര്യവും. പക്ഷേ അവളെ ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ വളരെ ഉത്സാഹമുണ്ട്. സന്തോഷം. അപ്പൊ അത്യാവശ്യമൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ചു തരുന്നുണ്ട്. പിന്നെ എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ പഠിക്കണം. നമ്മൾ ഈ മെന്റലിസത്തെ കുറിച്ചൊന്ന് പഠിച്ചാൽ അല്ല, മെന്റലിസം മാജിക് ഒക്കെ പഠിക്കാൻ ഇപ്പോ ആയിട്ടില്ല. അത് നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് അത് ഇംഗ്ലീഷ് ഒന്ന് ഫുൾ ആവണ്ട്. ആയിക്കോട്ടെ, എന്നാലും മാറ്റില്ല. അപ്പൊ എന്തായാലും മെന്റലിസം ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോ വീഡിയോ മുന്നിൽ അത് അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ ഞാൻ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്ന റൈറ്റിംഗ് പാഡാണ്. ഓക്കെ, ഈ റൈറ്റിംഗ് പാഡിനകത്ത് പിന്നെ പലതരത്തിലുള്ള ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസിന്റെ പേരുകൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ കഴിയുമല്ലോ അല്ലേ? പിന്നെ ഓനിയൻ എന്താണ്? ഓനിയൻ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ്. ഓക്കെ, അറിയാലോ അല്ലേ? ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഗ്രേപ്സ് മുന്തിരി. പിന്നെ ആപ്പിൾ. ഓക്കെ. അതുപോലെ തന്നെ പൈനാപ്പിൾ. അപ്പൊ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് ആണ് ഇതിനകത്തുള്ളത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു സമ്മാനം തരാൻ പോകും. സമ്മാനം ആയിട്ടില്ല. സമ്മാനം ഞാൻ ചില കണ്ടീഷൻസ് ഉണ്ട്. മെന്റലിസം ആണ്. നിങ്ങളുടെ മൈൻഡും ഇതുമായിട്ട് ഞാൻ ഇത് കണക്ട് ചെയ്യാൻ പോവാണ്. മെന്റലിസം എന്നാണ് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ നിങ്ങൾ കണ്ടു. ഞാനിങ്ങനെ അത് മറിക്കുന്ന സമയത്ത് നിങ്ങൾ സ്റ്റോപ്പ് എന്ന് പറയാം. സ്റ്റോപ്പ് എന്ന് പറയാം. പറയില്ലേ? അങ്ങനെ പറയുമ്പോൾ നിങ്ങളെ ഈ ഫിംഗർ എന്താ പേര് അറിയോ? അറിയില്ല. അല്ല, ഇംഗ്ലീഷിൽ ഇതിന് ഇൻഡെക്സ് ഫിംഗർ എന്ന് പറയാം. എന്താണ് ഇൻഡെക്സ് ഫിംഗർ? ചൂണ്ടാവിരല്. ഇത് സ്മോൾ ഫിംഗർ, ചെറുതാണല്ലോ. ഇത് സ്മോൾ ഫിംഗർ. ഇത് നമ്മൾ റിംഗ്, അതായത് മോതിരം റിംഗ് ഫിംഗർ എന്ന് പറയും. പിന്നെ മിഡിൽ ഫിംഗർ. ഇത് തംസ് അപ്പ് എന്ന് പറയും. അപ്പൊ ഒന്നുകൂടി പറഞ്ഞോളൂ, ഇതെന്താണ്? സ്മോൾ ഫിംഗർ, റിംഗ് ഫിംഗർ. ഇത് മിഡിൽ ഫിംഗർ, ഇൻഡെക്സ് ഫിംഗർ, തമ്പ്. വൊക്കാബുലറി വേണം. അപ്പൊ നിങ്ങൾ ഇൻഡെക്സ് ഫിംഗർ ഇതിലേക്ക് വെക്കണം. അതാണ് മാജിക്. ഞാൻ സ്റ്റോപ്പ് എന്ന് പറയാൻ വേണം. സ്റ്റോപ്പ്. വെക്കൽ കഴിഞ്ഞു. അത് കുഴപ്പമില്ല. നിങ്ങൾ കുറച്ച് ധൃതിയാണ്. സാരല്ല, കുഴപ്പമില്ല. മാറ്റണം എന്ന് ആഗ്രഹം ഉണ്ടോ? മാറ്റില്ല. നോക്കാം, എന്താണെന്ന് നോക്കാം. ആപ്പിളാണ്. ഓക്കെ, അത് തുറന്നോളൂ. അതിനകത്തുണ്ടാവണം. അതാണ് മെന്റലിസം. നിങ്ങൾ മൈൻഡുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ഇത് കണക്ഷൻ വരിക. അത് താഴത്ത് കിട്ടാൻ മതി. വെച്ച് കീറിക്കോളൂ. താഴത്ത് കിട്ടും. അല്ല, അത് വെറും കള്ളസ് പേപ്പർ നമ്മളെ പറ്റിക്കൊന്നല്ല. നിങ്ങൾ നോക്കിക്കോളൂ. ഉണ്ടാവും. നിങ്ങള് കോൺഫിഡൻസ്. അതുണ്ട്. ഓക്കെ, അപ്പൊ എന്നാ ആപ്പിൾ നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബനാന വെച്ചിട്ടാ ചെയ്തത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ ആപ്പിൾ എനിക്ക് വേണമെന്ന് വിചാരിക്കാം. എനിക്കൊരു ആപ്പിൾ വേണം. ഇംഗ്ലീഷിൽ പറയാം. ഐ വാണ്ട് എ ആപ്പിൾ എന്നുള്ളത് തെറ്റായ യൂസേജ് ആണ്. പലരും ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാത്തതുകൊണ്ടാണ് എ ആപ്പിൾ എന്ന് യൂസ് ചെയ്യുമ്പോൾ ഐ വാണ്ട് ആൻ ആപ്പിൾ എന്ന് പറയാം. കാരണം അറിയും. അതായത് ഇംഗ്ലീഷിൽ വൊവൽസ് എന്ന് പറയും. ആ വൊവൽ സൗണ്ടിൽ തുടങ്ങുന്ന വാക്കിന് മുമ്പിൽ നമ്മൾ എ ഉപയോഗിക്കേണ്ട കേസ് വരുമ്പോൾ ആൻ ആണ് ഉപയോഗിക്കുക. അപ്പോ ആൻ ആപ്പിൾ, ആൻ ഓറഞ്ച്, ആൻ എലഫന്റ്, എ ബുക്ക്, എ ഡോഗ്, എ കാറ്റ്. അതൊക്കെ വൊവൽ അല്ല, കോൺസണന്റ് ആണ്. അതിനെ കുറിച്ച് വിശദമായി പറയാം. അപ്പൊ വൊവൽ എന്ന് പറഞ്ഞാല് AEIOU എന്നാണ്. ഒന്ന് പറഞ്ഞോളൂ. അറിയില്ല. AEIOU മനസ്സിലാവുന്നില്ല? മനസ്സിലാവുന്നത് നമ്മൾ വളരെ സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ഫോൺ ചെയ്യുന്ന മാതിരി ഒന്ന് ആക്ട് ചെയ്യാം. അങ്ങോട്ട് ഹലോ, മനുഷ്യ ഫോൺ ചെയ്യണം നേരത്തെ. അയ്യോ, ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്താ മനസ്സിലായില്ലേ? ഞാൻ എന്ന് പറഞ്ഞു അല്ലെ? പിന്നെ എന്താ ഞാൻ പറഞ്ഞ? അയ്യോ. പിന്നെ യു എന്ന് പറഞ്ഞ ദേശത്തിൽ പറഞ്ഞു. അപ്പൊ അപ്പൊ AEIOU. അത് എളുപ്പമുള്ള കാര്യമാണ്. ഇനി മറക്കോ? ഒന്ന് പറയും. വളരെ തീർച്ചയായും സിമ്പിൾ വേയിലാണ് നമ്മൾ പഠിപ്പിക്കുക. അപ്പൊ നിങ്ങൾ ഇനിയിപ്പോ പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? ചെറിയൊരു സംശയം. അതായത് നമ്മൾ ഈ നീട് ഉപയോഗിക്കുമല്ലോ. നീടും ആവശ്യം തന്നെയാണ്. അതെവിടെ ഉപയോഗിക്കാം?
അതായത് വാണ്ട് ഡിഫറെന്റ് വാണ്ട് നീഡ് എന്നുള്ളതിൽ വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ നീഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യമുള്ള നീഡ് ഉപയോഗിക്കുക. അത്യാവശ്യം അതുകൊണ്ട് ആപ്പിൾ നിങ്ങൾക്ക് ആവശ്യമാണ്, പക്ഷെ അത്യാവശ്യം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ചിലപ്പോൾ നിങ്ങൾ വരുന്ന വെയിൽ ഭയങ്കര ചൂടാണല്ലേ, അപ്പോൾ ഇറ്റ്സ് വെരി ഹോട്ട് അല്ലേ. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഈ സമയത്ത് നിങ്ങൾ യു ഫീൽ ടേസ്റ്റി, ഭയങ്കര ദാഹം ഉണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ ഐ നീഡ്, പിന്നെ ഐ വാണ്ട് വാട്ടർ എന്ന് പറയുന്നത് ഐ നീഡ് സം വാട്ടർ ഒന്ന് പറയും. ഐ നീഡ് സം വാട്ടർ. ഓക്കെ, ഐ നീഡ് സം വാട്ടർ. അപ്പൊ വെയിലും കൊണ്ട് ആകെ ക്ഷീണിച്ചു വരാണ്. നമുക്ക് മാജിക് മാജിക്കുമാണ്. അല്ല, വെള്ളമാണോ മാജിക് ആണോ ആദ്യം കൊണ്ട്? കുറച്ച് വെള്ളം കിട്ടിയാൽ വെള്ളം. ഐ നീഡ് സം വാട്ടർ എന്ന് പറയുന്നത് നല്ല തന്നെയാണ്. പക്ഷെ നമ്മൾ ഇന്റർനാഷണൽ ഇംഗ്ലീഷിൽ ഒരു പ്രയോഗമുണ്ട്, ക്യാൻ ഐ ഹാവ് സം വാട്ടർ. അതാണ് നമ്മൾ ഇന്റർനാഷണൽ ഇംഗ്ലീഷ് കൂടുതൽ ഉപയോഗിക്കുക. ക്യാൻ ഐ ഹാവ് സം വാട്ടർ. ക്യാൻ ഹാവ് സം വാട്ടർ. വെരി ഗുഡ്. അത് ഉപയോഗിച്ചാൽ ഏറ്റവും നല്ലത്. അപ്പൊ വെള്ളം തരാം. ക്യാൻ ഹാവ് സം വാട്ടർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കുടിച്ചോളൂ, 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 കുടിച്ചോളൂ. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഇംഗ്ലീഷ് നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ. കാരണം ഉപകാരപ്രദമായ ഒരുപാട് പിന്നെ വീഡിയോസ് ഇതിലൂടെ വരും. നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ അമർത്താം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.